ഇന്ത്യൻ പുരുഷന്മാരാണോ ഏറ്റവും മോശം വിമാനയാത്രക്കാർ? അവർ വിമാനങ്ങളിൽ രഹസ്യ ഫോട്ടോകൾ എടുക്കുന്നു, ഭയപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പറയുന്നു. വിമാനങ്ങളിൽ ഇന്ത്യൻ യാത്രക്കാരുടെ അനിയന്ത്രിതമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കഥകൾ പലപ്പോഴും ഉയർന്നു വരുന്നു. കുപ്രസിദ്ധമായ പി ഗേറ്റ് എപ്പിസോഡുകൾ മുതൽ ക്യാബിൻ ക്രൂവിനെ ലക്ഷ്യം വെച്ചുള്ള വാക്കാലുള്ള അധിക്ഷേപങ്ങൾ വരെ ഇന്ത്യൻ യാത്രക്കാർ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ വിമാനയാത്ര പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ ഒരു വാണിജ്യ വിമാന പൈലറ്റിന്റെ ഒരു തുറന്ന പോസ്റ്റ് വീണ്ടും ചർച്ചയ്ക്ക് തിരികൊളുത്തി. ഒരു അന്താരാഷ്ട്ര വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി അവകാശപ്പെടുന്ന പൈലറ്റ് ചില ഇന്ത്യൻ പുരുഷന്മാർ വനിതാ ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരോട് പെരുമാറുന്ന രീതിയെക്കുറിച്ച് ക്യാബിൻ ക്രൂവിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന പരാതികളിൽ നിരാശയും ലജ്ജയും പ്രകടിപ്പിച്ചു. ഇത് വെറും ഒരു ഓൺലൈൻ പ്രസംഗമല്ല, സമീപ വർഷങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയ നിരവധി സംഭവങ്ങളുടെ ആവർത്തനമാണിത്. ആകാശത്ത് യാത്രക്കാരുടെ മോശം പെരുമാറ്റം വർദ്ധിച്ചു വരുന്നത് സംബന്ധിച്ച ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഒരു സൂക്ഷ്മ നിരീക്ഷണം പങ്കുവയ്ക്കുന്നു. വിചിത്രമായ അഭിപ്രായങ്ങൾ. തുറിച്ചു നോക്കൽ. ഇന്ത്യൻ വിമാനയാത്രക്കാർക്ക് സത്യത്തിൽ എന്തിൻ്റെ കുഴപ്പമാണ്? ജൂലൈ 14 റെഡിറ്റിൽ എഴുതിയ ഒരു തുറന്ന പോസ്റ്റിൽ അനാവശ്യ ഫോട്ടോകൾ, ഭയപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ, തുറിച്ചുനോക്കൽ, അനുചിതമായ ശരീര സ്പർശം എന്നിവയുൾപ്പെടെ ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരോട് അനാദരവ് കാണിക്കുന്ന ആവർത്തിച്ചിട്ടുള്ള സംഭവങ്ങളിൽ അജ്ഞാത പൈലറ്റ് തൻ്റെ നിരാശ പങ്കുവച്ചു. അദ്ദേഹം പറയുന്നത്, അവരുടെ ഫോട്ടോകൾ രഹസ്യമായി എടുക്കുക, ഭയപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പറയുക, തുറിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ വിമർശിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ദുഃഖകരമെന്ന് പറയട്ടെ, മിക്കപ്പോഴും അത് ചെയ്യുന്നത് ഇന്ത്യൻ പുരുഷന്മാരാണ്. ആ അജ്ഞാത പൈലറ്റ് എഴുതി. എല്ലാ ഇന്ത്യൻ പുരുഷന്മാരും ഈ രീതിയിൽ പെരുമാറുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി. പക്ഷേ ഈ രീതി വളരെ പതിവായി മാറിയിരിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഇത് ലജ്ജാകരമാണ്. ചുരുക്കം ചിലരുടെ പ്രവർത്തികൾ കാരണം നമുക്ക് ഇത്ര മോശം പേര് ലഭിക്കുന്നത് എനിക്ക് വെറുപ്പാണ്. പക്ഷേ ഇത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ക്രൂ അംഗങ്ങൾ ഈ രീതി പെട്ടെന്ന് തിരിച്ചറിയുന്നു. അവർ കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രൊഫഷണലിനോട് മോശമായി പെരുമാറുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് അവകാശമായാലും എക്സ്പോഷറിൻ്റെ അഭാവമായാലും അല്ലെങ്കിൽ വെറും അനാദരവായാലും നമ്മൾ ഗൗരവമായി കൂടുതൽ തുറന്ന് സംസാരിക്കേണ്ട ഒന്നാണ്. ഈ പോസ്റ്റ് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചുപറ്റി. ലോകമെമ്പാടുമുള്ള ക്രൂ അംഗങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ നേടി. ഒരു ക്യാബിൻ ക്രൂ അംഗം പറഞ്ഞത് കൂടുതലും ഇന്ത്യൻ യാത്രക്കാരുള്ള വിമാനയാത്രകൾ അവർക്ക് ഭയമാണെന്നാണ്. ഒരാൾ അവരെ ഇടപെടാൻ ഏറ്റവും മോശം യാത്രക്കാരിൽ ചിലർ എന്ന് പോലും വിശേഷിപ്പിച്ചു. ഇത് പ്രിന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചില വിദേശ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രകളിൽ അവരുടെ ക്രൂവിന് ചില പ്രത്യേക അലവൻസുകൾ പോലും നൽകുന്നു. കാരണം സാധാരണഗതിയിൽ ഇന്ത്യയിലേക്ക് വരാൻ മറ്റുള്ളവർ തയ്യാറാകുന്നില്ല എന്നതിനാലാണ് അത്. ഇത് മാത്രമാണോ പ്രശ്നം? അല്ല. മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മോശം പെരുമാറ്റം. ഇന്ത്യൻ യാത്രക്കാർ ഉൾപ്പെടുന്ന വിമാനങ്ങളിലെ മദ്യപിച്ച സംഭവങ്ങൾ സമീപ വർഷങ്ങളിൽ നിരവധി തവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായത് പി ഗേറ്റ് കേസുകളുടെ ഒരു പരമ്പര തന്നെയാണ്. 2025 ഏപ്രിലിൽ ഡൽഹിയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിനിടെ തുഷാർ മസന്ത് എന്ന ഇന്ത്യൻ യാത്രക്കാരൻ ഒരു ജപ്പാനീസ് സഹയാത്രികന്റെ മേൽ മൂത്രമൊഴിച്ചതായി ആരോപിക്കപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. 2023 മാർച്ചിൽ സമാനമായ ഒരു കേസ് ഉയർന്നു വന്നു. ഒരു US സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനിയായ ആര്യ വോറയെ സഹയാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചതിന് അമേരിക്കൻ എയർലൈൻസ് വിലക്കി. ഏറ്റവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ പ്രായമായ ഒരു സ്ത്രീയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചതിന് ശങ്കർ മിശ്ര എന്ന വ്യക്തി അറസ്റ്റിലായി. എയർ ഇന്ത്യയിലെ ഫ്ലൈറ്റ് അറ്റൻഡന്റായ റിതു കപൂർ പറഞ്ഞു, ചില ഇന്ത്യൻ യാത്രക്കാർ അന്താരാഷ്ട്ര വിമാനങ്ങളെ ഓപ്പൺ ബാർ പോലെയാണ് പരിഗണിക്കുന്നതെന്ന്. ഇന്ത്യൻ യാത്രക്കാർ അന്താരാഷ്ട്ര വിമാന സർവീസുകളെ തുറന്ന ബാർ പോലെയാണ് കാണുന്നത്, നിർത്താതെ മദ്യപിക്കുന്നു അവർ പറഞ്ഞു. ഒരു പുരുഷ ക്രൂ അംഗം ഒരു യാത്രക്കാരനോട് നിങ്ങൾക്ക് ഇനി അധിക പാനീയങ്ങൾ നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വനിതാ സ്റ്റാഫ് അംഗം അതേ കാര്യം പറയുമ്പോൾ പുരുഷ യാത്രക്കാർ പലപ്പോഴും കൂടുതൽ ആക്രമണകാരികളാകും. കാരണം ഒരു സ്ത്രീയിൽ നിന്നും അവർ നോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യാബിൻ ക്രൂ കൈകാര്യം ചെയ്യുന്നത്
മദ്യപിച്ചിട്ടുള്ള മോശം പെരുമാറ്റം മാത്രമല്ല, വാക്കാലുള്ള ദുരുപയോഗവും കൂടിയാണ്, പ്രത്യേകിച്ച് വനിതാ ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ. കാര്യങ്ങൾ അവരുടെ വഴിക്ക് പോകാത്തപ്പോൾ ആക്രോശിക്കുകയും വാദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന യാത്രക്കാരെ പലപ്പോഴും നേരിടേണ്ടി വരുന്നു. 2022 ഇസ്താംബൂളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നടന്ന അത്തരമൊരു സംഭവം വൈറലായി. ഭക്ഷണ ലഭ്യതയെ ചൊല്ലി ഒരു യാത്രക്കാരൻ എയർ ഹോസ്റ്റസുമായി തർക്കത്തിലേർപ്പെട്ടു. അവരുടെ സംഭാഷണത്തിന്റെ വീഡിയോ ഓൺലൈനിൽ വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായി. യാത്രക്കാരൻ ക്രൂവിനെ നിങ്ങളിവിടെ വേലക്കാരനാണെന്ന് പറയുകയും പക്ഷെ നിങ്ങളുടെ വേലക്കാരല്ല എന്ന് പറയുന്നതുമൊക്കെ ആ സംഭാഷണത്തിലുണ്ട്. വിമാന ജീവനക്കാരോട് യാത്രക്കാർ വായുവിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്ക എടുത്തു കാണിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ചിലത് മാത്രമാണിത്. വനിതാ ജീവനക്കാരോട് എപ്പോഴും നിശബ്ദത പാലിക്കാനും ഇത്തരം സാഹചര്യങ്ങൾ വഷളാക്കരുതെന്നും പറയാറുണ്ട്. ജെറ്റ് എയർവേസിന്റെ മുൻ വിമാന ജീവനക്കാരിയായ ലാരിസ വോഗ് ഇന്ത്യയോട് പറഞ്ഞു, സ്ത്രീകൾക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ തന്നെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പൈലറ്റുമാർക്ക് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ വിവരമറിയിക്കാനും ലാൻഡിംഗ് സമയത്ത് തടസ്സപ്പെടുത്തുന്ന യാത്രക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ അഭ്യർത്ഥിക്കാനും കഴിയും. എന്നാൽ അതുപോലും വളരെ അപൂർവമായി മാത്രമേ ശാശ്വതമായ മാറ്റം കൊണ്ടുവരൂ എന്നവർ കൂട്ടിച്ചേർത്തു. സ്ത്രീ പുരുഷ ഭേദമന്യേ യാത്രക്കാരിൽ നിന്ന് ഉച്ചത്തിൽ ആക്രോശങ്ങളും അസ്വസ്ഥതയുണ്ടാക്കുന്നെങ്കിലും പലപ്പോഴും വനിതാ ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ പതിവായി നേരിടുന്ന ഭയാനകമായ പെരുമാറ്റം സാധാരണയായി പുരുഷ യാത്രക്കാരിൽ നിന്നാണ്. 2022 ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനമായ SG-157 ആദ്യ നിരയിലിരുന്ന ഒരു യാത്രക്കാരൻ ടേക്ക് ഓഫിനിടെ ക്രൂ അംഗത്തിന്റെ ഫോട്ടോകൾ എടുക്കുന്നത് പിടികൂടി. യാത്രക്കാരനെ ക്രൂ അംഗങ്ങൾ നേരിട്ടു. അയാൾ തൻ്റെ ഫോണിൽ നിന്ന് ചിത്രങ്ങൾ ഇല്ലാതാക്കുകയും തൻ്റെ പ്രവൃത്തിക്ക് രേഖാമൂലം ക്ഷമാപണം നടത്തുകയും ചെയ്തു. സ്പൈസ് ജെറ്റ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഡൽഹി വനിതാ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. നിർഭാഗ്യവശാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വോഗ് ഇന്ത്യ റിപ്പോർട്ടിൽ ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി സ്പർശിച്ചതായി ശാലിനി എന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഓർമ്മിച്ചു. യാത്രക്കാർ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലെ ഒരാൾ അവളുടെ കവിളിൽ ചുംബിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എന്നോടൊപ്പം ഒരു കുപ്പി വൈൻ കഴിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി അവൾ മരവിച്ചുപോയി. ഞങ്ങളോടൊപ്പം ഫ്ലൈ ചെയ്തതിൽ അവനോട് നന്ദി പറഞ്ഞു. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ നേരിടുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. യാത്രക്കാർ, വിമാന കമ്പനികൾ, അധികാരികൾ പോലും ഈ ആശങ്കകൾ ഗൗരവമായി കാണുകയും വിമാനത്തിലുള്ള എല്ലാവർക്കും സുരക്ഷിതവും ആദരണീയവുമായ ഒരു അനുഭവമായി പറക്കാൻ സാധിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട സമയമാണിത്.